Hey friends, welcome back to another video of Master Gaming 3. അപ്പോൾ ഞാനിന്ന് കളിക്കുന്നത് ഒരു പ്രത്യേകപ്പെട്ട ഗെയിമാണ്. മീൻസ് ഞാനൊരു സ്പെഷ്യൽ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്രിസ്മസ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാർ ഫോർ സെയിൽ സിമുലേറ്റർ ഗെയിം. നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഗെയിം ആയിട്ട് ബന്ധപ്പെട്ട ഗെയിമാണ്. അതിൻ്റെ അതേപോലെ തന്നെ ആ ഗെയിം തന്നെ പറയാം. അതെ, ആ ഗെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റക്കായ ഇതേപോലത്തെ ഗെയിംസ് ഞാൻ ഇതിൻ്റെ ആ കാർ ഫോർ സെയിലിൻ്റെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ വെർഷനാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും വീട്ടുകാരെല്ലാവരുടെയും കൂടെ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഗെയിം സ്റ്റട്ടറിങ് ആവുന്നുണ്ട്, ഗ്ലിച്ചുമാണ്. കാരണം ഇത് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ഇതിപ്പോൾ ലോഡിങ് ടൈം നടക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ലൈക്ക് ബട്ടണൊക്കെ അടിച്ചു പൊട്ടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് ഈ വീഡിയോ തീരുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെന്നോ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഏതോ കച്ചറ പിടിച്ച സ്ഥലത്താണ്. നമുക്കിത് കാശോ അതൊന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ സ്ഥലം നേരെ ചൊവ്വേ ആക്കിയെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ്. അപ്പോൾ ഈ ഗെയിമൊക്കെ അങ്ങനെയാണ്. ഇതൊരു മറ്റേ ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ പോലാണെങ്കിലും അതേപോലെ ഒന്നുമല്ല, ഭയങ്കര അതൊക്കെ മേലെയാണ് ഈ ഗെയിം. ഈ ട്രാഷൊക്കെ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ എടുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തോന്നും. അത് ഈ ഗെയിം ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ സ്റ്റട്ടറിങ് ആണ്. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സാധനം ഇവിടെ നിറയെ വേസ്റ്റ് ഉണ്ട്. പക്ഷെ കോമ്പൗണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വേലിയൊക്കെ ഇട്ടൊരു സ്ഥലമാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ഇതൊക്കെ മാറ്റി കേട്ടോ. ഇതെന്താണ് സാധനം? പെയിൻ്റൊക്കെ മാറ്റി. ഇനി നമ്മൾ കാറ് മേടിക്കണം. Go to neighborhood to buy a vehicle. You can use the stops for fast travel. The nearest stops is just outside the office. അപ്പോൾ നമ്മൾ ഈ ഗെയിമിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കാർ ഫോർ സെയിൽ സിമുലേഷൻ ഗെയിംസിലൊക്കെ നമുക്ക് വണ്ടി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിരിക്കും വിൽക്കുക. അപ്പോൾ ഈ ഗെയിം സൂപ്പർ ഗെയിമാണ്, സ്കിപ്പ് ചെയ്യില്ലാരും. ഇത് പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്കും കളിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമ്മളെന്തോ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഇത് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ ഇട്ടൊരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, എവിടെയാടേ? അപ്പുറത്തെ സ്ഥലത്തെങ്ങാണ്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കും. ഇത് നമുക്ക് കുറേ സാധനമൊക്കെ എടുക്കാൻ പറ്റും ഈ ഗെയിമിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇത് സ്കിൽസും ഒക്കെ ഉണ്ട്, നമുക്ക് ചാടാനും ഓടാനും ഒക്കെ പറ്റും. അത് നന്നായി. ഓക്കെ ഇച്ചിരി ദൂരമുണ്ട്. ഇവിടെ നെയ്ബറിംഗ് ആൾക്കാർ വണ്ടി വിൽക്കാനിടും. ഓക്കെ, അപ്പോൾ ഏത് വണ്ടിയുടെ മുമ്പിലോട്ട് പോകാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നല്ല സ്റ്റട്ടറിങ് വരുന്നു. അത് എന്താണെന്ന് അറിഞ്ഞൂടെ. ഞാനിപ്പോൾ നെറ്റ്വർക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആഡും വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പം കോപ്പറേഷനും എനിക്ക് വേണം, ആഡ് ചിലപ്പോൾ വരാൻ സാധ്യത. ഇത് ഏത് വണ്ടി അറിയത്തില്ല. ഓക്കെ, എൻ്റെ അമ്മച്ചി ഇതെന്താണ് ബൗൺസ് ചെയ്ത് പോയി. എന്തുവാടെ ഇത്? ഇങ്ങനെ റാമ്പൊക്കെ വരാൻ പാടുണ്ടോ? ഫുള്ള് ഗ്ലിച്ച്. ഇതെന്തൂടെ മനുഷ്യനും അത് ഒട്ടിച്ച് വെച്ചേക്കുമോ, അതുകൊണ്ട് അവർ ചാടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്യൂട്ടോറിയലാണ്. അതൊക്കെ ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മേടിക്കാൻ വേണ്ടി ഇനി നമ്മുടെ 4000 എങ്ങാണ്ടേ ഉള്ളൂ പൈസ. ഇത് ഇനി നമ്മൾ കൊണ്ടുപോയി വിൽക്കാനാണ്. എൻ്റെ ഇത് ട്യൂട്ടോറിയൽസാണ്. ഓക്കെ വണ്ടി ഓണാവുന്നില്ല. ഇതിനവിടെ ഓണാക്കുന്നത്. സ്റ്റാർട്ട് ഓണാവുന്നില്ലേ? ഇതെന്തുവാടേ? ഇപ്പോഴാണോ ഓണായത്? ഓക്കെ ഗൈസ്, നമ്മളുടെ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റേസിങ്ങും ചെയ്യാം ഈ ഗെയിമിൽ. അതാണ് ഈ ഗെയിമിൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഇപ്പം നമുക്കിനി നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ഇത് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തെങ്ങാണ്ടാണ്, നമ്മുടെ കടയുടെ തൊട്ടടുത്താണ് ഈ നെയ്ബർഹുഡ്. അപ്പോൾ കുഴപ്പമില്ല, വണ്ടി അവിടെ നിന്ന് മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഗ്രാഫിക്സും അത്യാവശ്യം നല്ലതാണ്. അത് കാർ ഫോർ സെയിൽ ഗെയിം തന്നെ. അതിൻ്റെ മൊബൈൽ വെർഷനോ ഇടിച്ച് ഡാമേജ് ഉണ്ടായില്ല. അതാണ് നല്ലത്. അപ്പോൾ നമുക്കിവിടെ പാർക്ക് ചെയ്തിടാൻ വല്ല സൗകര്യമുണ്ട്. ഇങ്ങോട്ട് ഇടയ്ക്ക് കയറ്റിയിടാം. ഈ സ്ഥലം ഫൺലാൻഡ് ഗേൾസ് എന്നങ്ങാണ്ടാണ് പേര്. നമുക്ക് പേര്
മാറ്റാൻ പറ്റത്തില്ല. അതൊക്കെ വലിയൊരു പ്രശ്നമാണ് ഈ ഗെയിംസിലൊക്കെ. കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്തു. ഓക്കെ, തുറക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഗെയിം തുടരുന്നോന്ന്. നമുക്ക് അത്യാവശ്യം സോഫയൊക്കെ ഉള്ള ഓഫീസാണ്. വെബ് പേജിൽ പോവുക. ഓക്കെ, ആഡ് ഫോട്ടോ ഒക്കെ ചെയ്യാം. നമുക്ക് ടൈറ്റിലൊക്കെ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ടൈറ്റിൽ ആഡ് ചെയ്യുന്നില്ല. എന്തോ വില കൊടുക്കും. 2000 കൊടുത്താൽ നമ്മൾ മേടിച്ചേ. ഓക്കെ, ഞെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5000 അങ്ങ് ഇട്ടേക്കാം. എന്ത് പറയുന്നു? ഓക്കെ, പുട്ടിറ്റ് ഓൺ സെയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി പുട്ടിറ്റ് ഓൺ സെയിൽ. നമ്മൾ പുട്ടിറ്റ് ഓൺ സെയിലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയായിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി, ഈ വണ്ടി മേടിക്കാൻ 3 ആൾക്കാർ പാഞ്ഞെത്തി. നമ്മുടെ കടയിൽ എപ്പോഴും വരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ ചേട്ടാ, ചേട്ടാ എത്ര തരും? ആ ചേട്ടൻ മേടിക്കാവുന്ന ഒരു ബാർഗെയിനോ പൈസ കുറയ്ക്കാനോ ഒന്നും പറയുന്നില്ല. നല്ല ചേട്ടാ മതി. ഈ നാട്ടിലെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. അപ്പം നമുക്ക് വേഗം പൈസ ഉണ്ടാക്കാം. ഓക്കെ. ഇവരൊക്കെ എന്താടേ നന്നായിരുന്നു. അവർക്ക് അപ്പം മേടിക്കാം. സെല്ല് ചെയ്യട്ടെ. യെസ് ഗൈസ്, ഞാൻ സെല്ല് ചെയ്തു. എൻ്റെ അമ്മച്ചി ഇപ്പോഴേ രാത്രിയായ. ഇനി നമുക്ക് കിടന്നുറങ്ങാം. യെസ്. ക്ലോസ് ആയിരുന്നു ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ. ക്ലോസ് ആയിരുന്നു ഇത്രയും നേരം. നമ്മുടെ ഫൺലാൻഡ് കാസ് അടച്ചുപൂട്ടിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു. ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് കളിച്ചൊക്കെ നോക്കാം ഇത് കേട്ടോ. പ്ലേ സ്റ്റോറിൽ കയറി എന്ത് ഡിവൈസിലും കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് ഇട്ടത് കാരണം എന്തോ ഇടണമെന്ന് ആലോചിച്ചിരിക്കുമെന്ന്. അപ്പോൾ നിങ്ങളുടെ ഇതും കൂടി എനിക്ക് വേണം. നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഏത് ഗെയിം ഇടണമെന്ന്. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും അത് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ റിയാക്ഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യും. ഇതാണോ നമ്മുടെ വീട്? എൻ്റെ അമ്മച്ചി, ഇത് ഏത് വീടാണ്? ഞാനിത് പ്രതീക്ഷിച്ചേ ഇല്ല. ഇതെന്തോന്ന് വീടടേ. കുഴപ്പമില്ല, കയറി കിടന്നുറങ്ങാം. അല്ലാതെ നമുക്കെന്തോ ചെയ്യാൻ പറ്റും? കിടക്കാനും പറ്റത്തില്ല. കിടക്കും. ഇന്നത്തെ റിസൾട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ദിവസം എന്താ വരാത്ത? അടുത്ത ദിവസം റേറ്റൊന്നും എനിക്കിപ്പോൾ ചെയ്യണ്ട. എന്താടേ ഗ്ലിച്ചാണ്, അതുകൊണ്ടാണ്. ഇതൊരു ആഡൊന്നും വന്നില്ല. ഭാഗ്യം. ആഡ് വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വരും, ഗ്ലിച്ച് കേട്ടോ. ഇതെന്താടേ ആദ്യം തൊട്ടായ? प्रिय दोस्तों, मैं आपको एक गेम दिखाना चाहता हूँ। ഫുൾ ആഡാണ്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മൊബൈൽ ഇടയ്ക്ക് ഹാങ് ആവുന്നു. അതുകൊണ്ട് ആഡും മാറ്റാൻ പറ്റുന്നില്ല. റെക്കോർഡിങ് പോസ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താടേ ഫുൾ ഹാങ് ആണ്. അപ്പോൾ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഗെയിം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എന്ത് ഗെയിമും ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ആവോ. ഞാൻ ഇവിടെ എത്തി. നേബറിങ് ഫുഡില്ല. അപ്പോൾ ഇത് നല്ല കാറാണെന്നുള്ള സൂപ്പർ കാറ്. കോട്ടിട്ട ചേട്ടാ എത്ര രൂപ വരും? എൻ്റെ അമ്മച്ചി 19. എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നുമില്ല. 19,000 ഒന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ 9,000 അകത്തുള്ള പൈസയുള്ളൂ. ഇത് ഓടി ക്യൂറ്റിയാന്ന് തോന്നുന്നു. ഓടിയുടെ വണ്ടിയല്ലേ ഇത്? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ചോദിച്ചു നോക്കാം. ഓഡി Q7. അത് ഓഡി Q7 ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് മേടിച്ചാലോടെ. 7,000 ഇതാണ്, അത്രയാണ് നിൽക്കുന്നത്. മേടിച്ചാലോ? ഞാൻ പ്ലാൻ ചെയ്യുന്ന മേടിക്കാനാണ്. കാരണം വില നമുക്ക് നിൽക്കുന്ന സ്യൂട്ടുകൾ. നമ്മുടെ കയ്യിലാണെങ്കിൽ $9,551 ഉള്ളൂ ഡോളർ. അതിനകത്ത് അയ്യോ ഞാൻ വായിച്ചില്ല. ഇത് കാണാൻ ഭയങ്കര പാടും. ഇത് ഏത് വണ്ടിയാണ്? നല്ല സൂപ്പർ മിസ്റ്റർ ബീൻ്റെ വണ്ടികളൊക്കെ പോടെയുണ്ട്. ഞാനിപ്പോൾ മിസ്റ്റർ ബീൻ്റെ കുറച്ച് ഫണ്ണി ഗെയിംസ് കളിച്ചിടുന്നത് ഞാൻ ഓൾറെഡി എൻ്റെ പ്ലേ സ്റ്റോറല്ലാതെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് BMW. അപ്പോൾ ആ വീഡിയോ കാണാത്തതൊക്കെ ഞാനത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മളിപ്പോൾ BMM സീരീസ് 1 മേടിക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി, ഇതിന് ഇത്രയും വിലയുള്ള എൻ്റെ അമ്മച്ചിന്ന് പറയണ്ടായിരുന്നു. മറ്റേ വണ്ടിയെക്കാട്ടി വില കൂടുതൽ കുറവാണ് BMW. അതെന്താടേ? ഇതും BMW. എല്ലാം വില കൂടിയ വണ്ടിയാണ്. അതെല്ലാം BMW ആണെന്ന് തോന്നുന്നു. BMW ഒക്കെ അത്യാവശ്യം BMW മേടിക്കാമെന്ന്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഈ ഓഡി ക്യൂറ്റിയാണ്. Q7 ഓഡി Q7 നമുക്ക് മേടിക്കാം.
ഓഡി ക്യൂറ്റി എന്നാണ് ഞാൻ വിളിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഡി Q7 എന്ന് വിളിക്കാം. അപ്പോൾ ഇതങ്ങ് മേടിച്ചാലോ ഗൈസ്? ഞാൻ പ്ലാൻ ചെയ്യുന്ന ഇത് മേടിക്കാനാണ്. ഇതങ്ങ് മേടിച്ചേക്കാം ഗൈസ്. ചുമ്മാതെ എന്ത് ചെയ്യാനാണ്, നമുക്ക് നേരത്തെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ ബൈ. യെസ്, ഞാൻ മേടിച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണ്ടേ, അതിനാണ് ഞാൻ ഇപ്പോൾ ഇത് മേടിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ഓടി മേടിച്ചിരുന്നു. എൻ്റെ ഇത് നമ്മൾ കണ്ടെയ്നറിലെങ്ങാണ്ടല്ലോ ഒന്ന് കിടന്നുറങ്ങുന്നത്. നമ്മുടെ പുതിയ വീട് ഇതുപോലെ മേടിക്കാൻ പറ്റുമെന്ന് നല്ല സൂപ്പർ വീട്. മേടിക്കാം. എൻ്റെ അമ്മച്ചി, ഇത്രയും വില നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പം 2115 ഉള്ളൂ നമ്മുടെ കയ്യിൽ പൈസ. എൻ്റെ അമ്മച്ചി, നമ്മുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല. ഇത് വെച്ചൊരു കാറ് പോയിട്ട് എന്താണ്, കാറൊന്നും മേടിക്കാനേ പറ്റില്ല, ടാബ്ലറ്റ് മേടിക്കാം. ഓക്കെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. അതിന് പോകുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഗ്രാനിയുടെയും ഗെയിം പ്ലേ കളിച്ചിട്ടുണ്ട്. അത് കാണാത്തത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പ്ലീസ് കമൻറ്റ് ബിലോ ഗൈസ്. ഇന്ത്യൻ ബൈക്സ് 3Dയുടെ കുറച്ച് വീഡിയോസ് വേണമായിരുന്നു. എനിക്ക് മിത്തിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. എന്നിട്ട് മിത്തും കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന മിക്സ്, ഇന്ത്യൻ ബൈക്സ് 3Dയിൽ നിങ്ങൾ പറയുന്ന മിക്സ് ഞാൻ അതിൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഗെയിം കണ്ടിന്യൂ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വഴി മറന്നു പോയിലൂടെ ഈ വെച്ച് പൊട്ടിക്കുകയും ചെയ്തതിന് വഴി മറന്നു പോകുന്നുണ്ട്. ഈ ഗെയിമിൻ്റെ കുഴപ്പമാണത്, വഴിയും മറന്നു പോകും. നമ്മുടെ കണ്ടെയ്നർ ഉണ്ട്, നമ്മുടെ കണ്ടെയ്നർ വീട്. ഓക്കെ, ഇതിപ്പോൾ വഴി തെറ്റി ഫൈനലി ഈ ക്യാമറ ആണെങ്കിൽ ഓടിക്കാൻ നല്ല സുഖമുണ്ടേ. അപ്പോൾ ഇതിൽ ഓടിച്ചാൽ ഇതൊക്കെ ഏറ്റവും അത് ഈ ഓടി കൂട്ടി ഒരു പഴഞ്ചൻ വണ്ടിയാണ്. മേടിച്ചാൽ മതി. ഇതേ വില തന്നെ ആണ്. ഈ പഴഞ്ചൻ വണ്ടിയോട്ട് ഞങ്ങൾ എന്തോ ചെയ്യാനാണ്. എല്ലാവരും ലൈക്ക് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്, എന്നാലും എനിക്ക് ഈ വണ്ടി പൊക്കിയെടുക്കാൻ പറ്റൂ ഗൈസ്. ലൈക്ക് ചെയ്യൂ ഗൈസ്, വേഗം ലൈക്ക് ചെയ്യുക ഗൈസ്. എന്നിട്ട് സബ്സ്ക്രൈബും ചെയ്യൂ ഗൈസ്, എന്നാലേ എനിക്ക് ഈ വണ്ടി പൊക്കാൻ പറ്റൂ. ലൈക്കും സബ്സ്ക്രൈബും ഇപ്പം തന്നെ ചെയ്താലേ എനിക്ക് ഈ വണ്ടി പൊക്കാൻ പറ്റൂ ഗൈസ്. അയ്യോ, ഓ മൈ ഗോഡ് ഗൈസ്, പൊക്കൂ ഗൈസ്. നിങ്ങളുടെ ലൈക്കും ഷെയറും ചെയ്താലേ എനിക്ക് ഈ വണ്ടി ആ ലൈക്കും ഷെയറിൻ്റെയും കൈ കൊണ്ട് പൊക്കാൻ പറ്റും. ഇതെന്താണ്, റിപ്പയർ ഷോപ്പാ? എന്തിനാടെ കയറുന്നത്? നിങ്ങളാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ലൈക്ക് ചെയ്തില്ല. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ഗൈസ്. നമുക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാവരും ചെയ്യൂ ഗൈസ്, എന്നാലും ഈ വണ്ടി എടുക്കാൻ പറ്റും. യെസ് ഗൈസ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ലൈക്ക് ചെയ്തുകൊണ്ടും ഈ വണ്ടി നേരെയായി ഗൈസ്. ഫൈനലി ഈ വണ്ടി നേരെയായി. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ആൻഡ് ലൈക്ക് ഗൈസ്. ഈ വണ്ടി ഫൈനലി നേരെയായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഓക്കെ നമുക്ക് എവിടെ എന്നല്ലേ വാട്സാപ്പ് ഇവിടെ അടഞ്ഞിരിക്കുവാണോടെ പണിയും പാടും. ഇപ്പം എങ്ങോട്ടാടെ പോകണ്ടേ അറിയാനും പാടില്ല. അല്ലാത്ത ഇതായിപ്പോയി. കാരണം എനിക്ക് വഴിയല്ല മനസ്സിലാവും. എൻ്റെ അമ്മച്ചി കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യാതെ ഇരിപ്പുണ്ട് ഗൈസ്. എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. കുറേ പേര് ഇപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സബ്സ്ക്രൈബ്, ലൈക്ക് ഗൈസ്, ഇപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക ഗൈസ്. ഓഹോ മൈ ഗോഡ്, കുറേ പേര് ഇപ്പോഴും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുന്നില്ല. ഇതിപ്പോൾ എനിക്കും കളിക്കാൻ വലിയ സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇച്ചിരി ഇത് മറിച്ചൊക്കെ വീഴുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യില്ല അതും പറഞ്ഞുകൊണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങളെല്ലാവരും ഫൈനലി ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞാൻ ഫൈനലി എൻ്റെ വണ്ടി നേരെ നിർത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ആരെങ്കിലും ചെയ്യാതുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ്. എൻ്റെ അമ്മച്ചി, എൻ്റെ കട ഫുള്ള് വേസ്റ്റഡേ. ആരാടെ ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട്? ആരാടെ ഇവിടെ കോഫിയോ എന്തോ ഇത് കൊക്കക്കോള പാക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നത്? പോലീസൊന്നും ഇല്ലേ ഈ നാട്ടിൽ? ഫൺലാൻഡ് കാസ് എന്നല്ലേ, ഫൺലാൻഡ് എന്നാണ് ഈ നാട്ടിൻ്റെ വരുന്നത് തോന്നുന്നു.
ഇതെന്തോടെ കവറിൽ ഗാർബേജൊക്കെ നമ്മുടെ കടയുടെ മുമ്പിൽ കൊണ്ടുവിട്ടേക്കുന്നു. ഞാൻ ഇന്നലെ ഒന്നും മേടിച്ച് കഴിച്ചൊന്നുമില്ല. എന്തോ വേസ്റ്റ് വരാനാടേ. ഓൾ റൈറ്റ്, അപ്പം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം. വണ്ടി വീഡിയോ ഇച്ചിരി ലെങ്തി ആവുന്നത് തോന്നുന്നെങ്കിൽ അത് ഇച്ചിരി ലെങ്തി ആവുന്നതായിരിക്കും, കുഴപ്പമില്ല. കാരണം ഈ വീഡിയോ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കാരണം ഇതിപ്പോൾ ഇച്ചിരി ഹാങ് ഒക്കെ നടപ്പുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ഗെയിം ഇത് ഇനി പ്ലേ സ്റ്റോറിൽ ഇത് ചെയ്യുന്നേ ഉള്ളൂ. ഇത് യഥാർത്ഥ ഗെയിം തന്നെയാണ്. പക്ഷേ ആ കമ്പനിക്കാർ കാർവോസെയിൽ PC ഗെയിമിനെ ഫുള്ളി അങ്ങ് ഇത് ഇട്ടിട്ടില്ല. ഇതിൻ്റെ ന്യൂ വെർഷൻ ഇനി വരുന്നുണ്ട്. ഇത് അതേ ഗെയിം തന്നെ മൊബൈൽ വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇതിനെയൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ ഒന്ന് വീഡിയോ ഇടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വില എത്ര ഇടും ഗൈസ് ആലോചിക്കട്ടെ. ഞാൻ ഒരു 8,000 ഇടാം ഗൈസ്. മേടിച്ച് 7,000 ആയതുകൊണ്ട് 8,000. ഫോട്ടോസ് ഇല്ലേ, കുഴപ്പമില്ല. ഞാൻ പൊട്ടിട്ടോൺ സൈഡ്. എൻ്റെ അമ്മച്ചി ഇത്രയും ഡാമേജോ ആരെങ്കിലും വന്ന് മേടിക്കുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. ഫൈനലി ഞാൻ പൊട്ടിട്ടോൺ സെയിൽ ഇട്ടു ഗൈസ്. കാരണം എനിക്ക് പൈസ വേണം ഗൈസ്, അതുകൊണ്ടാണ്. എനിക്കല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2,000 സംതിങ്ങേ ഉള്ളൂ ഗൈസ്. എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? അടയ്ക്കാനും പറ്റത്തില്ല. കഥക് അടച്ചിടുക ഗൈസ്, അല്ലെങ്കിൽ അകത്ത് ഫുള്ള് കണ്ടിട്ട് അവർ മോശം വിചാരിക്കും ഗൈസ്. ഫൈനലി നമ്മുടെ ഈ കാത് മേടിക്കാൻ ഒരു കസ്റ്റമർ വന്നിരിക്കുന്നു ഗൈസ്. ഞാൻ വിചാരിച്ചു ഇത്രയും വിലയുള്ള ഈ സാധനം മേടിക്കാൻ, ഈ കാത് മേടിക്കാൻ ആരും വരില്ലെന്ന്. ഓക്കെ ചേട്ടാ എത്ര രൂപ? ഇതെന്തോടെ ഇങ്ങനെ നിൽക്കുന്നത്? ഓക്കെ ചേട്ടാ, എത്ര രൂപ വരും ചേട്ടാ? എൻ്റെ അമ്മച്ചി അയാൾ ഈ പൈസയ്ക്ക് മേടിക്കാൻ നോക്കുമ്പോൾ വേറൊരു ചേട്ടൻ വന്ന് ഇതെന്തോടെ ഈ മറ്റേ ചേട്ടൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്? ചേട്ടാ എത്ര രൂപ തരും? ഓ മൈ ഗോഡ്, ഇവർ രണ്ടുപേരും ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറയുന്നത്. ഒരു ബാർഗൈനും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം വന്ന ചേട്ടന് കൊടുക്കുക. ഹാപ്പി ക്രിസ്മസ് ചേട്ടാ. ചേട്ടൻ ഈ വണ്ടി സ്വന്തമായിരിക്കുന്നു. ചേട്ടാ സ്വന്തമാക്കൂ. ഓക്കെ, ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ബാർഗെയിൻ സ്കിൽസൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓ ചേട്ടാ വിഷമിക്കേണ്ട ചേട്ടാ, അടുത്ത ക്രിസ്മസിന് നമുക്ക് മേടിക്കാം. അടുത്ത ക്രിസ്മസിന് ആ ചേട്ടന് കൊടുക്കാം. എന്ത് ചെയ്യാൻ പറ്റും? ഓ നമ്മുടെ കടയുടെ തുടങ്ങിയപ്പോൾ ഫൺലാൻഡ് ഗാസ്. അപ്പോൾ ഇനി നമ്മുടെ ഈ വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ റിപ്പയറിങ് ഷോപ്പൊക്കെ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ വല്ലതുമാണ്? എവിടെയാണ് റിപ്പയറിങ് ഷോപ്പ്? എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ എന്തോ ഇങ്ങനെ ബാനായിട്ട് നിൽക്കുന്ന പോലെ എന്തോ വരുന്നത് ഗൈസ്. ഓക്കെ ട്രാവൽ ഇങ്ങോട്ട് പോവും. നമ്മുടെ സ്ഥലം തന്നെ, നമ്മുടെ നോർമൽ സ്ഥലം, എപ്പോഴും പോകുന്ന സ്ഥലം തന്നെ ഗൈസ്. ഏതായിരുന്നു? ഇവിടെ ഈ സ്ഥലം. ഓ മൈ ഗോഡ് ഗൈസ്, കാർ മാർക്കറ്റ്. ഇതാണ് കാർ മാർക്കറ്റ്. എൻ്റെ അമ്മച്ചി പോർഷെ ഇത് അംബാസഡർ, ഏതോ പഴയ ലെജൻഡറി വണ്ടി. ഓ മൈ ഗോഡ്, ഇത് കണ്ടല്ലേ കുഞ്ഞു വണ്ടിയാണ്, ലെജൻഡറി വണ്ടിയാണ്. ഇതാന്ന് തോന്നുന്നു. ഏതാ ഈ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ ചേച്ചി കണ്ടോ, നമ്മുടെ മറ്റേ സ്ഥലത്തേക്ക് ആ വണ്ടിയാണ് ലെജൻഡറി. ഓക്കെ ചേച്ചി എത്ര രൂപയാണ് ചേച്ചി? എൻ്റെ അമ്മച്ചി ഈ വണ്ടിക്ക് ഇത്രയും രൂപയോ? ഓ നമ്മുടെ ഓഡി ക്യൂട്ടി അല്ലേ ഇത്? ഓ ഇത് മറ്റേ വണ്ടിയുടെ തന്നെ വേറെ വെർഷൻ. ഓഡി ക്യൂട്ടിക്ക് ഇവിടെ കാർ മാർക്കറ്റ് അതില്ലേ നിറയെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഓ ഇതിന് 9,000 സംതിങ് ആണ്. ഇവിടെ 9,000 സംതിങ് ആണ്. അപ്പോൾ ഇതിനെപ്പോഴും ഭയങ്കര വിലയാണ്, നമുക്ക് മേടിക്കാനേ പറ്റത്തില്ല. എൻ്റെ അമ്മ, ഇതിനൊക്കെ ആരാണ് ഇത്രയും വില ഇടുന്നത്? അതും ഇത്രയും ഡാമേജ്. ഓ മൈ ഗോഡ്, എന്ത് മേടിക്കും ഗൈസ്? ഞാനിപ്പോൾ നെയ്ബർഹുഡിൽ നിന്ന്. ഓ ഇതേതാ ഡോഡ്ജാ? ഓ എൻ്റെ അമ്മച്ചി, ഇതിനൊക്കെ ഇത്രയും വിലയാ? കിട്ടിയതെങ്കിൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കിയേനെ. എൻ്റെ അമ്മച്ചി പോർഷെ 930 എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ അമ്മച്ചി, ഇത് 1000 ഇപ്പോഴും നിൽക്കുന്ന വണ്ടിയല്ല. നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ 10,000 ഉള്ളൂ, 10,000 സംതിങ്. ഓ ഇത് വൈറ്റ് കളറല്ലേ ഓഡി ക്യൂട്ടി? എത്രയാടെ? ഇത് കുഴപ്പമില്ല, ഞാൻ അങ്ങ് മേടിച്ച് ഗൈസ്. കാരണം എനിക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം എനിക്കിപ്പോൾ എന്തെങ്കിലും മേടിക്കണം. ഓക്കെ, ഡാമേജൊക്കെ ഇച്ചിരി കുറവാണ്. സ്റ്റാർട്ട് ചെയ്ത് നമുക്കങ്ങ് പറത്തി വിടാൻ ഗൈസ്. മാറി ചേച്ചി എന്തോടെ ഇത്? അവരുടെ ദേഹത്തോട് പോകുന്നത് ഫുള്ളാണ് ഗൈസ്. സൂപ്പർ ഗെയിമാണ്. നമുക്ക് നിറയെ പൈസ കിട്ടിയ ജോലിക്കാരെയൊക്കെ വെച്ച് സെറ്റാക്കി ഇരിക്കുന്നു.
കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഈ വീഡിയോ എന്താണ് എൻ്റെ ആവാതായി. ആ വണ്ടി കൂടി വിറ്റിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ കഴിയണം. കുറച്ച് ലെങ്തി ആയി ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ ക്രിസ്മസ് എഡിഷനാണ്, അതുകൊണ്ട് ബി ഹാപ്പി സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ എൻ്റെ ആവാതായില്ല, നമുക്ക് ആ വണ്ടി വിൽക്കണം. അപ്പോൾ ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ റിപ്പോർട്ടായി. അപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റായി പോയി, കാരണം ഏത് ഗെയിം ഇടണമെന്ന് ആലോചിച്ച് രാത്രിയല്ല ലേറ്റായി. അപ്പോൾ ക്ലോസ് നമുക്ക് വേഗം പോയി വിൽക്കണം നമ്മുടെ വണ്ടി നല്ല കാശിന്. ഓക്കെ, ഓഫീസിലോട്ട് പോകാം. എന്തുവാടെ ലോഡിങ് നടന്ന് നമ്മുടെ പൈസ എടുക്കും. ഈ ബസ് ട്രാവലിനും പൈസ എടുക്കും, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ആരാടെ ഈ വേസ്റ്റ് ഇടുന്നത്? ഒരു ജോലിക്കാരനെ ഏൽപ്പിക്കാനാണെങ്കിൽ കാശും ഇല്ല കയ്യിൽ. എന്ത് ചെയ്യാൻ പറ്റുമോടേ? അത്തതോ ഇവിടെയൊക്കെ ആരാടെ ഈ സോഡയൊക്കെ കുടിച്ച് ഇവിടെ ഇടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ സോഡ മേടിക്കാനുള്ള കാശ് തന്നില്ല. 646 ഉള്ളൂ നമ്മുടെ കയ്യിൽ. എന്ത് എൻ്റെ അമ്മച്ചി ഗ്ലിച്ച് ഇനി ഗ്ലിച്ച് സംഭവിച്ച് ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എനിക്ക് വേറെ വണ്ടി മേടിക്കാനുള്ള കാശില്ല. അതുകൊണ്ട് നേരെ ഇടട്ടെ. നമ്മുടെ $646. എൻ്റെ അമ്മച്ചി ഭയങ്കര കുറവാണ്, നമുക്ക് എന്തിനെങ്കിലും കാശുണ്ടാക്കണം. ഓക്കെ വേഗം ചെന്ന് ഇതങ്ങ് മേടിക്കാനല്ല വെബ് പേജിലിടട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തോ ഇടും ഇതിന്? 9,000 സംതിങ് ആയിരുന്നല്ലോടെ. അപ്പോൾ ഏതിടും ഞാൻ? എന്തോ ഇടും ഞാൻ? ഞാൻ ആലോചിച്ച് എനിക്ക് വയ്യ. ഏതിടും ഞാൻ? നല്ല പൈസ ഇടണം. 9,000 തന്നെ ഇടാം. വേണം, അതാണ് ബുദ്ധി. വേണം, കുറച്ച് ഡാമേജ് ഉള്ള വണ്ടിയാണ്. ഇട്ടില്ല ഞാൻ, ഇട്ടായിരുന്നല്ലോ ഞാൻ 9,000. ഓക്കെ, ഇട്ടു. യെസ് ഗൈസ്, ഫൈനലി ഇട്ടു. ദൈവമേ, ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു. കാരണം ഇത്രയും വില കിട്ടി, ഇത്രയും ഡാമേജ് ഉള്ള അത് ആരും മേടിക്കാൻ പറ്റത്തില്ല, എനിക്കറിയാം. അത് സെക്കൻഡ് ഹാൻഡും ആണ്. ദൈവമേ, ആരെങ്കിലും വരണേ. ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ ക്രിസ്മസിന് ഇത് മേടിക്കുന്ന ആൾക്ക് സ്പെഷ്യൽ ക്രിസ്മസ് കൂപ്പണും കൂടി കൊടുക്കാം ഞാൻ. അപ്പോൾ ക്രിസ്മസ് പ്രഖ്യാപിച്ച് ഇപ്പം തന്നെ ഞാൻ ഒന്നും കൂടി ലാസ്റ്റായിട്ട് പറയുകയാണ് ഗൈസ്. ഡു സപ്പോർട്ട് ആൻഡ് ലൈക്ക്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ എന്ത് ചെയ്യുക ഗൈസ്? എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്പണായിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്താണ് നിങ്ങൾക്ക് വേണം? എന്ത് ഗെയിം വേണം? എന്ത് ടൈപ്പ് വേണം? എന്ത് കണ്ടൻറ്റ് വേണം? ഇത് കണ്ടിന്യൂ വേണം? ഇതെന്ത് കൂടെ ഇങ്ങനെ പറയുന്നത്? കാണാൻ പോയ ഗൈസ്. ഇതൊക്കെ എന്തോന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം ഗൈസ്. നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം ടിപ്സൊക്കെ കേട്ടോ. നിങ്ങളിപ്പോൾ മിത്ത് ബസ്റ്റേഴ്സൊക്കെ ഞാൻ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ഇടാൻ പോവാണ് മിത്തിൻ്റെ. അപ്പോൾ ആ മിത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ വീഡിയോ എൻ്റെ ആയതുകൊണ്ട് ഫൈനലി ഒരു ഇതൊക്കെ വന്ന് ക്യാരക്ടറല്ല കസ്റ്റമർ. ചേട്ടാ ചേട്ടാ എൻ്റെ അമ്മക്ക് ഈ ചേട്ടൻ ഇങ്ങനെ ഈ പൈസയിൽ മേടിക്കാവുന്നു. എൻ്റെ അമ്മ, ഇത് എന്ത് ഭാഗ്യമാണ്. വിറ്റ് ഇപ്പം 9,000 കിട്ടി നമുക്ക്. ഭാഗ്യം. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ച് പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാം ഓപ്പൺ ഹാർട്ടായിട്ട് കമൻറ്റും ചെയ്യുക. അപ്പോൾ ഫുള്ളും ഗ്ലിച്ചാണ് ഗൈസ്, കുഴപ്പമില്ല. ഓടാനും പറ്റുന്നില്ല. ഇതെന്താടേ നടക്കാൻ പറ്റുന്നില്ല ഗൈസ് നടക്കാൻ പറ്റുന്നില്ല. നടക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. കാരണം നമുക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഹാപ്പി ക്രിസ്മസ്, എൻജോയ് വിത്ത് യുവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം ഗൈസ്. നിങ്ങൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക ഗൈസ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.